ഹായ് വെൽക്കം ബാക്ക്. പച്ച നിറത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചെറുപയർ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വെറും 3 ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. ചെറുപയർ ഇഷ്ടമില്ലാത്തവർ വരെ ഇത് കഴിക്കും. കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 240 ഗ്രാം വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്താൽ മാത്രം മതി, വെള്ളം ഒഴിച്ച് കുതിർന്നു വരാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട. കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് വെള്ളം വാർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒന്ന് തോർന്ന് കിട്ടുമ്പോഴേക്ക് നമുക്കൊരു തുണിയിലോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോ വല്ലതും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ദാ കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്ക് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാനിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറു തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മീഡിയം തീയിലിട്ടിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴുകിയെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ നനവൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ചൂട് മാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പകുതിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചൊന്നും എടുത്തിട്ടില്ല, നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുക. പൊടിച്ചെടുക്കരുത്, ഇതുപോലെ തന്നെ ചീകി എടുത്തിട്ട് ചേർക്കുക. ഞാനിപ്പോൾ വെള്ള കളർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വെള്ള കളർ ശർക്കര ചേർത്താൽ ലഡുവിൻ്റെ കളർ പച്ചയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ കറുത്ത ശർക്കര ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കളറൊന്ന് ചേഞ്ചായി വരുമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ശർക്കരയ്ക്ക് പകരം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പക്ഷേ പഞ്ചസാരയേക്കാൾ ഹെൽത്തി ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടി ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ ഒന്നിച്ചൊഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടേ ഉള്ളൂ. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഈ കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്കിനി ലഡുവിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. നല്ല ഈസി അല്ലേ? കാണാനും നല്ല ഭംഗിയാണല്ലേ? നല്ല ടേസ്റ്റുമാണ്. ചെറുപയർ പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വരെ ലഡു ഉണ്ടാക്കിയാൽ കഴിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി. പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കിടക മാസമാണ്, അസുഖങ്ങളുമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങാതെ ഇതുപോലുള്ള ലഡു ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.